ഓക്കെ. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് വളരെ നല്ലൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നല്ലൊരു ടോപ്പിക് കേട്ടോ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഡയറക്റ്റ് സമയം കളയാതെ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഡ്രീം സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ആസ് ഏർലിയസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്തട്ടെ. അതിന് പ്രോപ്പർ പ്ലാനിങ്, പ്രോപ്പർ പ്രിപ്പറേഷൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്നെക്കാട്ടി നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ നല്ലൊരു ടോപ്പിക് കേട്ടോ. ഇത് എക്സാമിനൊക്കെ നമ്മളിപ്പോ ഏതൊരു എക്സാം എടുത്താലും അതിനകത്തുനിന്ന് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏത് ടോപ്പിക് ആണെന്ന് മനസ്സിലായല്ലോ? സയൻസ് ഓഫ് പ്രഗ്നൻസി. സയൻസ് ഓഫ് പ്രഗ്നൻസി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു നോളജ് ബേസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് സയൻസ് ഓഫ് പ്രഗ്നൻസീസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈനുകളെല്ലാം പഠിപ്പിക്കും. അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കമന്റുകളിൽ നിന്നൊക്കെ എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു കമന്റ് ഇത് കണ്ടിട്ട് ഇടാനായിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ അത് കൊടുക്കണുണ്ടല്ലോ, അത് എടുത്ത ആൾക്ക് വേണ്ടിയിട്ടല്ലേ. അത് വളരെയധികം എന്താണ്, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ക്ലാസ് കണ്ട് പഠിച്ചിട്ടങ്ങ് പോവാം. പക്ഷെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. എനിക്ക് വളരെയധികം ഞാനതിൽ ഹാപ്പിയാണ് കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിന്ന് പഠിക്കാം സയൻസ് ഓഫ് പ്രഗ്നൻസി. നിങ്ങൾക്കറിയാം, ഒരു പ്രഗ്നന്റ് വുമണിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ചേഞ്ചസ് അവരുടെ ബോഡിയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർ സ്വന്തമായിട്ട് നോട്ടീസ് ചെയ്യുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് എക്സാമിനറിനെ നോട്ടിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അവർ തിങ്ക് ചെയ്യും, ഇവരെ എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സാമിനേഷൻ ചെയ്യുന്ന ആൾക്ക്, അത് ഡോക്ടറോ നഴ്സിംഗ് ഓഫീസറോ ആരായിക്കോട്ടെ, അവർക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് സയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിലേറ്റഡ് ടു പ്രഗ്നൻസി. എന്നാൽ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന, എന്നാൽ ഒരു പ്രഗ്നന്റ് വുമണിൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്ന കുറച്ച് സയൻസും ഉണ്ട്. അപ്പൊ ഇതില് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന 3 ഏരിയകളായിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോഴാണ്. എങ്ങനെ? ഈ താഴെ പറഞ്ഞിരിക്കുന്ന സിംറ്റംസിൽ അല്ലെങ്കിൽ സയൻസിൽ ഏതൊക്കെയാണ് പ്രിസംറ്റീവ് സിംറ്റംസിൽ പെടുന്നത്, ഏതൊക്കെയാണ് പ്രോബബിൾ സിംറ്റംസ്, ഏതൊക്കെയാണ് പോസിറ്റീവ് സിംറ്റംസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡൗട്ട് വരും. നമ്മളത് ആൻസർ തെറ്റാക്കി ചെയ്യാനുള്ള ഒരു സ്റ്റിമുലേഷൻ നമുക്ക് വരും. അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ നമുക്ക് ചെയ്യണം. ഇന്ന് തൊട്ട് ഇനി അത് നിങ്ങൾ ആരും തെറ്റിക്കല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ സയൻസ് വരും, കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന സയൻസ് ആൻഡ് സിംറ്റംസിനെ സബ്ജക്റ്റീവ് ആയിക്കോട്ടെ ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ നമ്മൾ 3 ഗ്രൂപ്പിൽ പെടുത്താം. ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് നമ്മൾ പെടുത്താൻ പോകുന്നത്? പ്രിസംറ്റീവ് സയൻസ്, ദെൻ പ്രോബബിൾ സയൻസ് ആൻഡ് പോസിറ്റീവ് സയൻസ്. പ്രിസംറ്റീവ്, പ്രോബബിൾ ആൻഡ് പോസിറ്റീവ് സയൻസ്. ഇതിനകത്തുനിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിസംറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ വുമൺ തിങ്ക് ദാറ്റ് ഷീ ഈസ് പ്രഗ്നന്റ്. ആ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണുമ്പോൾ ഒരു വുമണിന് ഫീൽ ചെയ്യാണ്, ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ. അങ്ങനെ അവർക്ക് തോന്നുന്ന സബ്ജക്റ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എവിടെ പെടുത്തുന്നത്? പ്രിസംറ്റീവ് എന്നതിൽ പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം, അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവർ ഡോക്ടറെയോ ഒരു നഴ്സിനെയോ കൺസൾട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സാമിനർക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് അവരിൽ നിന്ന് അസസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോബബിൾ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് വിളിക്കാം. പ്രോബബിൾ സൈൻസ് ആൻഡ് സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാലും അതെന്തേ പറയുന്നുള്ളൂ? ദിസ് വുമൺ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി പ്രഗ്നന്റ്. അവര് പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പ്രോബബിൾ സൈൻസിൽ കൂടെ പറയാൻ പറ്റുള്ളൂ. അതും കൺഫർമേറ്ററി സൈൻ അല്ല. അപ്പൊ മനസ്സിലാക്കുക, പ്രിസംറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ആയിട്ട് വുമണിന് ഫീൽ ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അത് പ്രഗ്നന്റ് ആകാം, അല്ലാതിരിക്കാം.
പ്രോബബിൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് എക്സാമിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോബബിൾ സൈൻസ് ആൻഡ് സിംറ്റംസ്. അപ്പൊ പ്രോബബിൾ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ലൈക്ലി ആ വുമൺ പ്രഗ്നന്റ് ആവാം. അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ കൺഫേം ചെയ്യുന്നില്ല. നമ്മൾ കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഏത് സിംറ്റംസും സൈൻസും കിട്ടണം? പോസിറ്റീവ് സൈൻസ് ആൻഡ് സിംറ്റംസ് കിട്ടണം. പോസിറ്റീവ് സൈൻസ് ആൻഡ് സിംറ്റംസ് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? വുമൺ ഈസ് പോസിറ്റീവ് പ്രഗ്നൻസി. അവർ പ്രഗ്നന്റ് ആണ്. അങ്ങനെ പ്രഗ്നന്റ് ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം കിട്ടുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് സൈൻസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു, ഓപ്ഷൻ തരുമ്പം നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. അത് കാണുമ്പോഴേ ഓർക്കുക, ഈ വുമണിന് ഫീൽ ചെയ്യുന്ന സിംറ്റം ആണോ, നമുക്ക് എക്സാമിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സിംറ്റം ആണോ, എന്നാൽ കൺഫർമേറ്ററി സിംറ്റം ആണോ, അതങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നമുക്ക് ആ എക്സാമിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇനി കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പോവാട്ടോ. ഈ 3 സിംറ്റംസും സൈനും ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ കുറച്ച് ഇമ്പോർട്ടന്റ് സയൻസ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് അതൊരു ഫുൾ കോൺഫിഡൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു, പ്രിസംപ്റ്റീവ് മീൻസ് ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഫീലിങ്സ് അല്ലെ, ഒരു വുമണിന് തോന്നുന്ന സബ്ജക്റ്റീവ് ഫീലിങ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഒരു വുമൺ അല്ലെ, അവർ മാരേജ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് മിസ്ഡ് പീരീഡ് വരികയാണ്. മിസ്ഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് 1 മാസം പീരീഡ് ആയില്ല. അവരെന്ത് തിങ്ക് ചെയ്യാം? അവർക്ക് വേണം തിങ്ക് ചെയ്യാം, ഓ മേ ബി ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ അല്ലെ, ഒരു ആംബിവാലൻസ് ഫീലിംഗ് അവർക്ക് വരാം. അത് സബ്ജക്റ്റീവ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് ബ്രസ്റ്റിൽ ഒരു ചേഞ്ചസ് ഒക്കെ അവരൊന്ന് നോട്ടീസ് ചെയ്യാണ്. ഒരു ലേഡി, റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ലേഡി, അവർ മേ ബി എന്ത് ചിന്തിക്കാം? പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ ബ്രസ്റ്റ് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് വരുള്ളൂ, അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണോ? മനസ്സിലായോ? നോസിയ വൊമിറ്റിംഗ്. നോസിയ വൊമിറ്റിംഗ് വരുമ്പോൾ സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ നോസിയ വൊമിറ്റിംഗ് വന്നാൽ എന്ത് വിചാരിക്കും? ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനെ അവർക്ക് സബ്ജക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സിംറ്റംസ് ആണ് പ്രിസംപ്റ്റീവ്. ക്ലിയർ ആയല്ലോ? പ്രോബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് പ്രോബബിൾ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഡയഗ്നോസ്റ്റിക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദേ ആർ കൺഫേമിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോസിറ്റീവ് സൈൻസ് ഓഫ് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി അതിന്റെ സിംറ്റംസ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നു പ്രിസംപ്റ്റീവ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി. സൈൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് അല്ലേ? ഓക്കെ, പ്രിസംപ്റ്റീവ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ ദ ഫീച്ചേഴ്സ് മെയിൻലി അപ്രീഷിയേറ്റഡ് ബൈ ദ വുമൺ ഇറ്റ് സെൽഫ്. വുമൺ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫീലിങ്സ് ആണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊന്ന് മൈൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു നിമോണിക് ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഇട്ടതാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പ്രിസംപ്റ്റീവ് സിംറ്റംസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, സൈൻസ് എന്തൊക്കെയാണ്? പ്രസ്യൂം എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി ഓരോന്ന് നോക്കിയേ. പ്രസ്യൂമിലെ പി എന്ന് പറഞ്ഞാൽ പീരീഡ് ആബ്സെന്റ് എന്ന് വെച്ചാൽ അമിനോറിയ വന്നു, അല്ലെങ്കിൽ പീരീഡ്, ഒരു മിസ് പീരീഡ് വന്നു. നമ്മൾ എന്ത് ചിന്തിക്കാം? നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം, അമിനോറിയ എന്ന് പറയുന്നത് പ്രഗ്നന്റ് വുമണിന് മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല അല്ലെ. മറ്റ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായാലും, ഓവുലാർ ഡിസ്ഫങ്ഷൻസോ ഓവറിക്ക് പ്രോബ്ലംസോ അങ്ങനെ മറ്റു പല എന്ത് ഇഷ്യൂസ് ഒക്കെ വന്നാലും അവർക്ക് എന്തുണ്ടാകാം? അമിനോറിയ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം അല്ലെ. അപ്പോ അത് കൺഫർമേറ്ററി സൈൻ ആണോ? അല്ല. അത് ആര് ഫീൽ ചെയ്യുന്നതാണ്? വുമൺ ഫീൽ ചെയ്യുന്നതാണ്. സെക്കൻഡ് നോക്കി, ആർ റിയലി ടയേർഡ് ഓർ ഫറ്റീഗ് അല്ലെ. പ്രഗ്നന്റ് വുമണിനൊക്കെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രിസംപ്റ്റീവ് സൈൻ. ഇറ്റ്സ് ദ സൈൻ ആര് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ആ വുമൺ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അടുത്ത ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻലാർജ് ബ്രസ്റ്റ്. എസ് ഈസ് സോർ ബ്രസ്റ്റ്. നമുക്കറിയാം, പ്രഗ്നൻസി പീരീഡില് ബ്രസ്റ്റില് ഇഷ്ടംപോലെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ അത് ബ്രസ്റ്റ് ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ബ്രസ്റ്റ് എൻലാർജ് ചെയ്യും, അതിന്റെ സൈസ് കൂടും, കപ്പാസിറ്റി കൂടും, വോളിയം കൂടും, പെയിനും ഫീലിങ്സും സോർ ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഉണ്ടാകാം. ദെൻ യു എന്ന് പറഞ്ഞാൽ യൂറിനേഷൻ ഫ്രീക്വൻസി. നമുക്കറിയാം പ്രഗ്നൻസിയില് ഇപ്പം ബ്ലാഡറും നമ്മളുടെ യൂട്രസും നമ്മുടെ റെക്ടവും ഇരിക്കുന്ന പൊസിഷൻ ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. ഫ്രണ്ടിൽ ബ്ലാഡർ ഉണ്ട്, നടുക്ക് നമ്മുടെ യൂട്രസ്, ബാക്കിൽ നമ്മുടെ റെക്ടം. അപ്പൊ യൂട്രസ് ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കാം? ഫ്രണ്ടിലും ബാക്കിലും ഉള്ള ഓർഗൻസിനെ അത് പ്രസ് ചെയ്യാം അല്ലെ, കംപ്രസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്ലാഡറിനെ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? യൂറിനറി ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ സംഭവിക്കും. അപ്പോ
യൂഷ്വലി ഫസ്റ്റ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലുമാണ് നമ്മുടെ യൂറിനറി ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, ആ കംപ്രസീവ് എഫക്ട് കൊണ്ടിട്ടാണ്. അപ്പൊ യൂറിനറി ഫ്രീക്വൻസി എന്ന് പറയും ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പ്രിസംറ്റീവ് സൈൻ ആണ്. നിങ്ങൾക്കറിയാം, മറ്റു പല കണ്ടീഷൻ വന്നാലും എന്ത് സംഭവിക്കാം, ഫ്രീക്വൻസി യൂറിനറി ഫ്രീക്വൻസി ഒക്കെ കൂടാനൊക്കെ ഉള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അടുത്തത് നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരുന്നതാണ് നമ്മൾ മൂവ്മെന്റ് പെർസീവ്ഡ്. കുഞ്ഞിന്റെ മൂവ്മെന്റ് അമ്മ പെർസീവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യുക്കനിങ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ക്യുക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ലൈഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ലൈഫിനെ നമ്മൾ ഫീൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ക്യുക്കനിങ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ക്യുക്കനിങ്ങിനെ നമ്മൾ പ്രിസംറ്റീവ് സയൻസിനകത്താണ് പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണം എന്തെന്നറിയാമോ, ഈ ക്യുക്കനിങ് നമുക്ക് വയറിൽ ഒരു എന്താണ് ഒരു മൂവ്മെന്റ് തോന്നുന്നതിനാണ് നമ്മൾ ഈ ക്യുക്കനിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ചില സമയത്ത് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴും പെരിസ്റ്റാൾസിസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴും ഇൻക്രീസ് ചെയ്യുമ്പോഴും ഒക്കെ സാധാരണ ഒരാൾക്ക് എന്ത് ഫീൽ ചെയ്യാം, അകത്തൊരു മൂവ്മെന്റ് ഫീൽ ചെയ്യാം. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ക്യുക്കനിങ്ങിനെ എവിടെ പെടുത്തിയേക്കുന്നത്, പ്രിസംറ്റീവ് സൈൻ. അപ്പം എപ്പോഴും ഓർക്കുക, അത് വെറൈറ്റി ആയതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ക്യുക്കനിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിസംറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗ്യാസ് പ്രോബ്ലംസും അല്ലെങ്കിൽ നമ്മുടെ പെരിസ്റ്റാൾസിസ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസിലും ഒക്കെ നമുക്ക് വയറിൽ കൈ വെച്ചാൽ നമുക്ക് വയറിനകത്ത് എന്തോ ഒരു മൂവ്മെന്റ് പോലെ തോന്നാം. ഓക്കെ, അതുകൊണ്ട് ക്യുക്കനിങ്ങിനെ നമ്മൾ എവിടെ പെടുത്തിയിരിക്കുന്നു, പ്രിസംറ്റീവ് സൈൻ ആയിട്ട് പെടുത്തിയിരിക്കുന്നു. എക്സാം ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കണം. ലാസ്റ്റ് എമെസിസ്. എമെസിസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം, എമെസിസ് നോസിയ ആൻഡ് വൊമിറ്റിംഗ് അല്ലെ. എപ്പോഴും മോർണിംഗ് സിക്നസ് എല്ലാ ആൾക്കാർക്കും ഒന്നും ഉണ്ടാവത്തില്ല എങ്കിലും മോസ്റ്റ് ഓഫ് ദ പ്രഗ്നന്റ് വുമണിനും ഏകദേശം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ നോസിയ വൊമിറ്റിംഗ് ഉണ്ടാകാം. നിങ്ങൾക്കറിയാം, മോർണിംഗ് സിക്നസ് ഉണ്ടാകാം. ഈ മോർണിംഗ് സിക്നസ് എക്സസീവ് ആയിട്ട് മാറുന്ന ഡിസീസ് കണ്ടീഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈപ്പർ എമെസിസ് ഗ്രാവിഡേറം. ഓക്കെ, എമെസിസ് ഇസ് വൊമിറ്റിംഗ്, ഹൈപ്പർ മീൻസ് എക്സാഗറേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന വൊമിറ്റിംഗ് ആണ് ഹൈപ്പർ എമെസിസ് ഗ്രാവിഡേറം. അതിൽ എപ്പോഴും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് ദ കോസ് അല്ലെ. കോസ് എന്തുകൊണ്ടാണ്, അതിന് പലതരത്തിലുള്ള കോസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കോസ് ആണ് ഹോർമോണൽ ഫാക്ടർ. ഹോർമോണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ HCG എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടും പ്രഗ്നൻസിയിൽ, നിങ്ങൾക്കറിയാം. അപ്പൊ HCGയുടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൊമിറ്റിംഗ് സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വൊമിറ്റിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, മറ്റു പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ, സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്, ജനറ്റിക് ഫാക്ടർ ഒക്കെ എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വരുന്നത്. സാധാരണ സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേന് ഇവരുടെ ഈ വൊമിറ്റിംഗ് ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് പോകും, കാരണം HCGയുടെ ലെവൽ കുറഞ്ഞു വരും, അതുകൊണ്ടിട്ടാണ്. അപ്പോ ഇതിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, പീരീഡ് ആബ്സെന്റ് ആകുന്ന മിസ്ഡ് പീരീഡ് ആണ്, അമിനോറി ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ക്യുക്കനിങ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ലൈഫ് ഇൻസൈഡ് യു എന്ന് വെച്ചാൽ മറ്റേണൽ പെർസെപ്ഷൻ ഓഫ് ദ ഫീറ്റൽ മൂവ്മെന്റ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യുക്കനിങ് എന്ന് പറയുന്നത്. ഇവിടുന്ന് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, ക്യുക്കനിങ് ഏത് വീക്ക് തൊട്ടിട്ടാണ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്? ഒരിക്കലും ആദ്യത്തെ ട്രൈമസ്റ്ററിലൊന്നും അല്ലെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ കുഞ്ഞിന്റെ ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്, അത് കുഞ്ഞല്ലേ, ഒരു കുഞ്ഞാപ്പിയാണല്ലേ, അത് യൂട്രസിനകത്ത് കിടക്കാണ്, പെൽവിക് ഓർഗൻ ആണ്. ഒരു 12 വീക്ക് കഴിയുമ്പോഴേ ഈ യൂട്രസ് എന്തായി വരത്തുള്ളൂ, അബ്ഡോമിനൽ ഓർഗൻ ആയിട്ട് വരാൻ പറ്റുള്ളൂ അല്ലെ. നമ്മുടെ ഉള്ളില് പെൽവിസിനുള്ളിൽ യൂട്രസിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞാവുമ്പോൾ നമുക്ക് അതിന്റെ മൂവ്മെന്റ് ഒന്നും അമ്മയ്ക്ക് പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അത് കുറച്ചുകൂടെ വലുതായി ഒരു 18 to 20 വീക്സ് ഒക്കെ ആകുമ്പോൾ, പോയിന്റ് മനസ്സിലാക്കി വെക്കണം, എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഒരു 18 to 20 വീക്സ് ഒക്കെ ജസ്റ്റേഷൻ എത്തുമ്പോഴത്തേന് നമുക്ക് ആ ഫീലിങ്സ് പെർസീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ മൾട്ടിപാര എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒന്നിലധികം തവണ പ്രസവിച്ചിട്ടുള്ള ആൾക്കാരാണ് മൾട്ടിപാര എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപാര ആൾക്കാർക്ക് ഒരു 2 വീക്സ് മുമ്പ് ഈ ഒരു ഫീലിങ്സ് പെർസീവ് ചെയ്യാം. അതായത് ഒരു 16th വീക്ക് തൊട്ട് ക്യുക്കനിങ് അവർക്ക് പെർസീവ് ചെയ്യാം. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഒരു പ്രൈമി ഗ്രാവിഡ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആകുന്ന ആൾക്കാരാണെങ്കിൽ ക്യുക്കനിങ് ഫീൽ ചെയ്യുന്നത് ഏകദേശം 18 വീക്സ് തൊട്ട് 20 വീക്സിനിടയിലായിരിക്കും. എന്നാൽ മൾട്ടിപാര ആണെങ്കിൽ അവർക്ക് 16th വീക്ക് തൊട്ട് തന്നെ ഈ ഒരു ഫീലിങ്സ് അവർക്ക് പെർസീവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്നത്, നമ്മുടെ മോർണിംഗ് സിഗ്നസിന്റെ കോസ് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, അത് ഓർത്ത് വെക്കുക. ഇൻക്രീസ്ഡ് HCG പ്രൊഡക്ഷൻ, ഹോർമോണൽ ഫാക്ടർ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നതെങ്കിൽ HCG പ്രൊഡക്ഷൻ ആണ് അതിനകത്ത് കോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിസംറ്റീവ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഡിസ്കസ് ചെയ്തു. പ്രിസ്യൂം എന്ന് ഓർത്ത് വെക്കുക, പീരീഡ് ആബ്സെന്റ്, റിയലി ടയേർഡ് ഓർ ഫറ്റീഗ്, എൻലാർജ് ബ്രസ്റ്റ്, സോർ ബ്രസ്റ്റ്, യൂറിനേഷൻ ഇൻക്രീസസ്, മൂവ്മെന്റ് പെർസീവ്ഡ് ക്യുക്കനിങ്, ഈസ് എമെസിസ്, നോസിയ ആൻഡ് വൊമിറ്റിംഗ്. ക്ലിയർ ആയല്ലോ? ഇനി ഒന്നും തെറ്റിക്കല്ലേ കേട്ടോ. ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ മണ്ടത്തരായിട്ടേ പറയുള്ളൂ.
പഠിച്ച് ക്ലിയർ ആയിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അപ്പൊ പ്രിസംറ്റീവ് സൈൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് നിങ്ങൾ വിചാരിക്കുക. പ്രഗ്നന്റ് ലേഡി, ഈ സൈൻസ് ഒക്കെ വന്നു, അവർ പ്രിസംറ്റീവ് ആയിട്ട് സൈൻ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഡൗട്ട് ആണ്. അപ്പൊ അവർ എങ്ങോട്ട് പോവാണ്? അവർ പ്രോബബിൾ സൈൻസ് അല്ലെ, ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ അവരുടെ എക്സാമിനർക്ക് എക്സാമിൻ ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്ലി അവരെ എക്സാമിൻ ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. എന്നാൽ ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും പ്രഗ്നൻസി കൺഫേം ആണെന്ന് പറയത്തില്ല. പ്രോബബിൾ സൈൻ മീൻസ് മോസ്റ്റ് ലൈക്ലി അവർ പ്രഗ്നന്റ് ആകാം. ഇറ്റ്സ് നോട്ട് എ കൺഫർമേഷൻ. കൺഫർമേഷൻ എത്തണമെങ്കിൽ എന്ത് സയൻസ് നമുക്ക് കിട്ടണം? കറക്റ്റ് പോസിറ്റീവ് സയൻസ് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പൊ പ്രോബബിൾ സൈൻ പഠിക്കാൻ നമ്മളൊരു അടുത്ത നിമോണിക് പഠിക്കുന്നു, പ്രോബബിൾ. ഇപ്പൊ സിമ്പിൾ അല്ലേ? ഡൗട്ട് ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ക്ലിയർ ആയി പോയിക്കോളും. പ്രോബബിൾ, P ഈസ് പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ അല്ലെ, പല കമ്പനിയുടെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതിൽ നമ്മൾ യൂറിൻ ഒഴിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ചെയ്യുന്നത് ഏത് ഹോർമോണിന്റെ പ്രസൻസ് കൊണ്ടിട്ടാണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ഏത് ഹോർമോൺ ആണ്? HCG. അതറിയാലോ, ഹ്യൂമൻ കോറിയോണിക് ഗൊണഡോട്രോപ്പിന്റെ പ്രസൻസ് ആണ് നമ്മൾ അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം ഓർത്ത് വെക്കുക, ഈ ഹ്യൂമൻ കോറിയോണിക് ഗൊണഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ മറ്റ് കണ്ടീഷൻസിലും എലിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. പ്രഗ്നൻസിയിൽ മാത്രമല്ല HCG എലിവേറ്റ് ചെയ്യുന്നത്, മറ്റ് ചില ഡിസീസ് കണ്ടീഷൻസിലും HCGക്ക് എലിവേഷൻ ഉണ്ടാക്കാം. അപ്പൊ HCGയുടെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇറ്റ്സ് നോട്ട് എ കൺഫർമേഷൻ അല്ല. ഓക്കെ, അതൊരു കൺഫർമേഷൻ അല്ല. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് ഇവിടെ പ്രോബബിൾ സൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കാം, പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് അല്ലേ, പിന്നെ എന്തുകൊണ്ട് അതിനെ പ്രോബബിൾ ആക്കി, അതിനെ പോസിറ്റീവ് ആക്കി കൂടെ? അപ്പോഴേ ചിന്തിക്കണം, പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ അസേ ആണ്. അവിടെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഹ്യൂമൻ കോറിയോണിക് ഗൊണഡോട്രോപ്പിന്റെ പ്രസൻസ് മാത്രമാണ്. അത് പ്രസന്റ് ആകുന്ന മറ്റ് ഡിസീസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസും ഉണ്ട്. അങ്ങനെയുള്ളവർക്കും നമ്മൾ ഇത് ചെയ്ത് നോക്കിയാലും ഇതിൽ എന്ത് കാണാൻ പറ്റും? അത് പോസിറ്റീവായിട്ട് തന്നെ 2 ലൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അവർ പ്രഗ്നന്റ് ആണെന്നുണ്ടോ? അങ്ങനെയില്ല കേട്ടോ. അപ്പൊ പ്രോബബിൾ സൈൻ അകത്ത് ഫസ്റ്റ് P ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ്. അവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു. R എന്ന് പറഞ്ഞാൽ ബലോട്ട്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്റേണൽ ബലോട്ട്മെന്റ് ചെയ്ത് നോക്കാം, എക്സ്റ്റേണൽ ബലോട്ട്മെന്റ് ചെയ്ത് നോക്കാം. സോ ബലോട്ട്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇവിടെ R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. O എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ലൈൻ ഓഫ് ദ ഫീറ്റസ് ഇസ് പാൽപേറ്റ്. നമ്മൾ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേബിയെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്ത് പറയുന്നില്ല, അവര് ഫീറ്റൽ മൂവ്മെന്റ് പെർസീവ് ചെയ്യുന്നെന്നോ ഫീറ്റൽ പാർട്സ് പാൽപേറ്റ് ചെയ്യുന്നെന്നോ എവിടെ പറയുന്നില്ല, പ്രോബബിൾ സൈനകത്ത് പറയുന്നില്ല. പ്രോബബിൾ സൈനകത്ത് എന്താ പറയുന്നത്? അബ്ഡമൻ പാൽപേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീറ്റസിന്റെ ഔട്ട്ലൈൻ കിട്ടണുണ്ട് എന്ന് വെച്ചാൽ അതെന്താവില്ല? കൺഫർമേഷൻ ആവില്ല. സോ ഔട്ട്ലൈൻ ഓഫ് ദ ഫീറ്റസ് പാൽപേറ്റഡ് ഈസ് എ പ്രോബബിൾ സൈൻ. നെക്സ്റ്റ് എന്താണ്? അടുത്ത റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് B. എന്താണ് നോക്കിയേ? ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ. എന്താണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്നറിയാമോ? ഏകദേശം ഒരു പ്രഗ്നന്റ് ലേഡി ഒരു 10 വീക്ക് ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ, 10th വീക്ക് ഒരു ജസ്റ്റേഷൻ ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ യൂട്രസിന് ചെറിയ ചെറിയ കൺട്രാക്ഷൻസും പെയിൻലെസ് ആയിട്ടുള്ള സ്പാസ്മോഡിക് കൺട്രാക്ഷൻസ്, അത് ഇറഗുലർ ആയിരിക്കും കേട്ടോ. ഇറഗുലർ ആയിട്ടുള്ള സ്പാസ്മോഡിക് പെയിൻലെസ് യൂട്രൈൻ കൺട്രാക്ഷൻസ് അവര് ഫീൽ ചെയ്യുന്നില്ല, അത് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ആണ് ശരിക്കും റെഗുലറായി പെയിൻഫുൾ ആയി എങ്ങോട്ട് എത്തുന്നത്? ലേബറിന്റെ ടൈമിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ആ ഇന്റൻസ് പെയിൻ കൊണ്ട് നമ്മളത് യൂട്രസ് ചുരുങ്ങുന്നതും വികസിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാകും. അതല്ലാതെ ഒരു 10th വീക്ക് തൊട്ട് പ്രഗ്നൻസി പീരീഡില് അവർക്ക് ഫീൽ ചെയ്യത്തില്ലാത്ത പെയിൻലെസ് ആയിട്ടുള്ള ആ ഒരു കൺട്രാക്ഷൻ പറയുന്ന പേരാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ. അപ്പൊ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു, നമ്മൾ വയറിൽ കൈ വെച്ച് നോക്കിയപ്പോ എന്തോ ഒരു ചുരുങ്ങുന്ന പോലെ ഒരു ഫീൽ, ഒരു ടൈറ്റ്നെസ് നമുക്ക് വയറിൽ തോന്നത്തേ ഉള്ളൂ അല്ലെ, ആദ്യത്തെ വീക്ക് ഒക്കെ ആവുമ്പത്തേ. എന്നാൽ അത് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് ആർ എന്താണ്? ഇറഗുലർ, ഇൻഫ്രീക്വന്റ്, സ്പാസ്മോഡിക്, പെയിൻലെസ് യൂട്രൈൻ കൺട്രാക്ഷൻസ് ആണ് ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ്. ഓക്കെ, ആ മദർ പെർസീവ് ചെയ്യണമെന്ന് പോലും ഇല്ല, അവരത് മനസ്സിലാക്കത്ത് പോലും ഇല്ല കേട്ടോ, അങ്ങനെ പെയിൻ ഇല്ല അതിന്. പിന്നെ ഈ പെയിൻ കൂടി വരുന്നതാണ് നമ്മൾ ലേബർ പെയിൻ ആയിട്ടൊക്കെ പോകുന്നത്. അപ്പൊ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് പ്രോബബിൾ സൈൻ ആണ്.
അടുത്തത് നോക്കിക്കുക, അടുത്തൊക്കെ സൈനുകളാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സൈൻ മാത്രമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയത് കൊണ്ടിട്ട്. എങ്കിലും ഇതിൽ നമ്മൾ പ്രോബബിൾ സൈൻസിനകത്ത് പറയാണ് എ സോഫ്റ്റനിങ് ഓഫ് ദ സെർവിക്സ്. സെർവിക്സ് സോഫ്റ്റൻ ചെയ്യും പ്രഗ്നൻസി പീരീഡിൽ. അപ്പൊ നമ്മൾ ശരിക്കും പറയുന്നത് ഒരു പ്രീ പ്രഗ്നന്റ് എന്ന് വെച്ചാൽ പ്രഗ്നന്റ് അല്ലാത്ത ഒരു ലേഡിയുടെ സെർവിക്സ് നമ്മൾ പാൽപേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിന്റെ കൺസിസ്റ്റ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ ടിപ്പ് ഓഫ് ദി നോസിൽ തൊടുന്ന ഒരു ഫീലിംഗ് ഇല്ല, നിങ്ങൾ തൊട്ട് നോക്കിയാൽ നമ്മുടെ മൂക്കിനറ്റത്ത് തൊടുമ്പോൾ ഉള്ള ഒരു ഹാർഡ്നെസ് ഇത്തിരി ഒന്നും ഇല്ല എങ്കിലും അതുപോലെ ഇരിക്കും. എന്നാൽ പ്രഗ്നൻസി പീരീഡിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേന് നമ്മൾ ആ ഒരു സെർവിക്സ് പാൽപേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിന്റെ കൺസിസ്റ്റൻസി, നമ്മുടെ ലിപ്പ് ഭയങ്കര സോഫ്റ്റ് അല്ലേ, അതുപോലെ ഇരിക്കും. ആ സോഫ്റ്റിങ് പറയുന്ന പേരാണ് ഗുഡൽ സൈൻ. Softening of the cervix during pregnancy is known as Goodell sign. It's due to hormonal influence. Okay. Next നോക്കിയേ, bluish color of vagina, vulva and cervix. വജൈന, വൾവ, സെർവിക്സിലൊക്കെ ഈ വാസ്കുലാരിറ്റി കൂടുന്നത് കൊണ്ടും വെസൽ കൺജഷൻ കൊണ്ടൊക്കെ ഒരു ബ്ലൂയിഷ് കളർ ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ അതിന് എന്താണ് ഡസ്കി ഹ്യൂ ഓഫ് വെസ്റ്റിബ്യൂൾ എന്നൊക്കെയാണ് അതിന് പറയുന്നത് കേട്ടോ. അതിന്റെ ടെർമിനോളജി അങ്ങനെയാണ്. അത് ആന്റീരിയർ വജൈനൽ വോളിനും വജൈനയ്ക്കും വൾവയിലും ഒക്കെ ഒരു ചെറിയ വാസ്കുലർ കൺജഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ബ്ലൂയിഷ് ഡിസ്കളറൈസേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അതിന് പറയുന്ന പേരാണ് ജാക്യുമിയർ സൈൻ അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ജാക്യുമിയർ സൈൻ ഓർ ചാഡ്വിക് സൈൻ. ഇതൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. Then lower uterine segment soft. Lower uterine segment soft ആകുന്നു. The sign is Hagar sign. Hagar sign. And last എന്താണ് നമ്മുടെ പ്രോബബിളിന്റെ E, enlarged uterus. അത് യൂട്രസിന്റെ സൈസും ഷേപ്പും ഒക്കെ ചേഞ്ച് സംഭവിക്കുന്നു. യൂട്രസ് എൻലാർജ് ചെയ്യും. നിങ്ങൾക്കറിയാം ഓരോ വീക്കിലുമുള്ള എൻലാർജ്മെന്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ ആണല്ലേ. 16th വീക്കിൽ എവിടെ എത്തും? അത് പെൽവിക് ഓർഗൻ, അബ്ഡോമിനൽ ഓർഗൻ ആകുന്നത് എപ്പോഴാണ്? അറ്റ് ദ ലെവൽ ഓഫ് അംബിലിക്കസ് ഏത് വീക്കിൽ എത്തും? അങ്ങനത്തെ അതിന്റെ ഹയസ്റ്റ് മാക്സിമം പോയിന്റ് എവിടെ വരെ എത്തും? അങ്ങനത്തെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു സെക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോ പ്രോബബിൾ സൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ലൈക്ലി ആ വുമൺ പ്രഗ്നന്റ് ആകാം, അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്ന സൈനുകളാണ് വരുന്നത്. എന്തൊക്കെ വരും? പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ്, ബലോട്ട്മെന്റ് പോസിറ്റീവ്, ഔട്ട്ലൈൻ ഓഫ് ദ ഫീറ്റസ് പാൽപേറ്റഡ്, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ്, സോഫ്റ്റനിങ് ഓഫ് cervix, Goodell sign, bluish colorization, Jacquemus sign or Chadwick sign, lower uterine segment soft, Hagar sign, enlarged uterus ഉണ്ടാവാം. ഇത്ര എന്താണ് പ്രോബബിൾ സൈൻ. ഇപ്പൊ സിമ്പിൾ ആയല്ലോ. പ്രിസംറ്റീവ് സൈൻസ് എന്തൊക്കെയാണ്, പ്രോബബിൾ സൈൻസ് എന്തൊക്കെയാണ്. ഇനിയുള്ളത് എന്താണ്? നമ്മുടെ കൺഫർമേഷൻ സൈൻ ആണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സൈൻ. അത് പ്രഗ്നന്റ് ആണെങ്കിൽ മാത്രം നമുക്ക് കിട്ടുന്ന സൈൻ ആണ്. അത് ഓർക്കാൻ വളരെ ഈസിയാണ്. നോക്കിക്കേ എന്തൊക്കെയാണ്. ഒന്ന്, നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫീറ്റൽ പാർട്ട് കിട്ടുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് ബേബിയുടെ ഹെഡും ബട്ടക്സും പോർഷൻസും അല്ലെ എല്ലാം കിട്ടുന്നു. അപ്പൊ എന്താണ്? അത് കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലേ. അപ്പൊ ഫീറ്റൽ പാർട്സ് കിട്ടുന്നു, ഫീറ്റസിന്റെ മൂവ്മെന്റ് നമുക്ക് നല്ലതായിട്ട് ആക്റ്റീവ് മൂവ്മെന്റ്സ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നു. ഫീറ്റസ് ഹാർട്ട് സൗണ്ട് അല്ലെ, ട്രൂലി പോസിറ്റീവ് സൈൻ ആണ് അല്ലെ. ഫീറ്റസിന് ഹാർട്ട് സൗണ്ട് നമുക്ക് കിട്ടി. അപ്പൊ എന്താണ് അർത്ഥം? കുഞ്ഞുണ്ടെന്നാണ് അർത്ഥം. പ്രഗ്നന്റ് ആണ്, കൺഫർമേഷൻ ആണ് അതല്ലേ. അപ്പൊ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്സ്, അതുപോലെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഫീറ്റസിനെ കാണുന്നു. അതുപോലെ റേഡിയോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേന് കുഞ്ഞിന്റെ സ്കെലിട്ടൺ കാണുന്നു. ഇതൊക്കെ എന്താണ്? ആ കുഞ്ഞിനെ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ എന്നെ ഫീൽ ചെയ്തു നമ്മൾ കറക്റ്റ് ആയിട്ട്. അതൊക്കെ എന്ത് സൈനാ വരുന്നത്? പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ അബ്സല്യൂട്ട് സൈൻ. സോ ഫീറ്റസിന്റെ പ്രസൻസ് ക്ലിയർ ആയിട്ട് പറയുന്ന സൈനുകളാണ് പോസിറ്റീവ് സൈൻസ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിയെങ്കിലും വിചാരിക്കുക, ക്യുക്കനിങ് കിട്ടുമ്പോഴേ നിങ്ങൾ ചിന്തിക്കണം അല്ലെ, മറ്റേ മൂവ്മെന്റ് പെർസീവ് ചെയ്യുന്നതാണ് ക്യുക്കനിങ് എന്ന് പറയുന്നത്. അപ്പൊ ക്യുക്കനിങ് എന്ന് പറഞ്ഞാൽ അത് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നാം. അപ്പൊ അതെന്തായിരിക്കും? മദറിന് മാത്രം ഫീൽ ചെയ്യുന്നതാണ്. അത് ഞാൻ പ്രിസംറ്റീവിൽ പെടുത്തി. അമിനോറിയ, മിസ്ഡ് പീരീഡ് അല്ലെ, അത് ഞാൻ പ്രിസംറ്റീവിൽ പെടുത്തി. ഇനി സൈനുകളാ വരുന്നതെങ്കിലോ, ചാഡ്വിക് സൈൻ, ഗുഡൽ സൈൻ, അങ്ങനത്തെ സൈനുകളാണെങ്കിൽ ഞാൻ അതിൽ പെടുത്തും. നമുക്ക് എക്സാമിനർക്ക് എക്സാമിൻ ചെയ്താൽ കിട്ടുന്ന സൈനുകളാണ്. അതിനെ ഞാൻ പ്രോബബിളിനകത്ത് പെടുത്തി. പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് ഞാനത് എവിടെ പെടുത്തി? പ്രോബബിളിനകത്ത് പെടുത്തി. മനസ്സിലായോ? ഫീറ്റൽ പാർട്സ് ഞാൻ പാൽപേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഫീറ്റസ് ഉണ്ട്. അതിനെ ഞാൻ എവിടെ പെടുത്തും? പോസിറ്റീവ് സൈനകത്ത് പെടുത്തും. മനസ്സിലായോ? ഫീറ്റസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു നമ്മൾ. USG വെച്ച് നമ്മൾ കുഞ്ഞിനെ കണ്ടു. എന്താണ്? കുട്ടി ഉണ്ട്. അത് പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സൈൻ ഓഫ് പ്രഗ്നൻസി ആണ്. അപ്പം ക്ലിയർ ആയല്ലോ? പ്രിസംറ്റീവ് സൈൻ, പോസിറ്റീവ് സൈൻ ആൻഡ് പ്രോബബിൾ സൈൻ ഓഫ് പ്രഗ്നൻസി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി ഒരിക്കലും തെറ്റിപ്പോലോ കേട്ടോ. ഇനി ഇതൊക്കെ
പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അറിയത്തില്ല നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്ക്യൂസ് നമ്മൾ പറയും അവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണല്ലോ. അറിഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ പിന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പൊട്ടത്തരമായിട്ട് കണക്കാക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സൈൻസ് ഓഫ് പ്രഗ്നൻസി, പ്രിസംപ്റ്റീവ്, പ്രോബബിൾ ആൻഡ് പോസിറ്റീവ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ പോവാണ്. ഈ എല്ലാ സയൻസും എക്സാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. ഫസ്റ്റ് സൈൻ നോക്കിക്കേ, ജാക്യുമേഴ്സ് സൈൻ ഓർ ചാഡ്വിക് സൈൻ. ജാക്യുമേഴ്സ് സൈൻ അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ്കി ഹ്യൂ ഓഫ് വെസ്റ്റിബ്യൂൾ ആൻഡ് ആന്റീരിയർ വജൈനൽ വാൾ എന്ന് വെച്ചാൽ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു. വെസ്റ്റിബ്യൂൾസ്, വൾവൽ ഏരിയ, വജൈനൽ വാളില്, അതുപോലെ സെർവിക്കൽ റീജിയനിലൊക്കെ നമുക്കത് എക്സാമിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൈൻ ആണ്. യൂഷ്വലി ഒരു 8 വീക്ക് ഓഫ് പ്രഗ്നൻസി തൊട്ടാണ് അത് വിസിബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതിന് കാരണം വാസ്കുലർ കൺജഷൻ കൊണ്ടിട്ടാണ് കേട്ടോ, ലോക്കൽ വാസ്കുലർ കൺജഷൻ കൊണ്ടിട്ടാണ്. ജാക്യുമേഴ്സ് സൈൻ ഓർ ചാഡ്വിക് സൈൻ രണ്ടും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, സെക്കൻഡ് സൈൻ ഏതാണ്? ഒസിയാൻഡേഴ്സ് സൈൻ. ഒസിയാൻഡേഴ്സ് സൈൻ എന്താ ഒസിയാൻഡേഴ്സ് സൈൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏകദേശം ഒരു 8 വീക്ക് ഒക്കെ പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മൾ ലാറ്ററൽ ഫോർണിസസ് പാൽപേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ലാറ്ററൽ ഫോർണിസസ് നമ്മൾ തമ്പ് കൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേന് നമുക്ക് അവിടെ ഒരു പൾസേഷൻസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അത് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റിന്റെ പോലെ നമുക്ക് ഒരു പൾസേഷൻ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ഒസിയാൻഡേഴ്സ് സൈൻ. അറ്റ് അബൌട്ട് 8th week we will get increased pulsation felt through the lateral fornices. That is ഒസിയാൻഡേഴ്സ് സൈൻ. ഗുഡൽ സൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്? സോഫ്റ്റനിങ് ഓഫ് ദ സെർവിക്സ്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ടിപ്പ് ഓഫ് ദ നോസ്, ലിപ്പ് ഓഫ് ദ മൗത്ത്, അത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞില്ലേ, അതുകൂടെ ഓർത്ത് വെച്ചോണം. പ്രീ പ്രഗ്നന്റ്, നോൺ പ്രഗ്നന്റ് ആണെങ്കിൽ ടിപ്പ് ഓഫ് ദ നോസ് പോലെ ഇരിക്കും സെർവിക്സിന്റെ കൺസിസ്റ്റൻസി. പ്രഗ്നൻസിയിൽ ബിക്കോസ് ഓഫ് ദ ഹോർമോണൽ ചേഞ്ചസ് ലിപ്പിന്റെ കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഗുഡൽ സൈൻ. നെക്സ്റ്റ് പിസ്കാസെക് സൈൻ. പിസ്കാസെക് എന്താ പിസ്കാസെക് സൈൻ പറയുന്നത്? ലാറ്ററൽ ഇംപ്ലാന്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, യൂട്രസില് ലാറ്ററലി ഇംപ്ലാന്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സിമെട്രിക്കൽ അല്ലാതെ സിമെട്രിക്കൽ ആയിട്ട് യൂട്രസ് എൻലാർജ് ചെയ്യും. നമുക്കറിയാം നോർമൽ പ്രഗ്നൻസി അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂട്രസ് ഫുള്ളായിട്ടാണ് എൻലാർജ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് അല്ലെ, അല്ലാതെ ഒരു ഭാഗം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി പോവാണോ? അല്ല. അപ്പം സിമെട്രിക്കൽ ആയിട്ടാണ് യൂട്രസ് എൻലാർജ് ചെയ്യുന്നത്. എന്നാൽ പിസ്കാസെക് സൈനിൽ എന്താ പറയുന്നത്? ലാറ്ററൽ ഇംപ്ലാന്റേഷൻ ആണ് നടന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു ഭാഗം മാത്രം എൻലാർജ് ചെയ്യും. അപ്പൊ ടോട്ടൽ യൂട്രസ് എടുക്കുമ്പോൾ ഒരു എസിമെട്രി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് പിസ്കാസെക് സൈൻ. നെക്സ്റ്റ് സൈൻ ആണ് ഹെഗാസ് സൈൻ. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഹെഗാസ് സൈൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഹെഗാസ് സൈൻ ഏകദേശം ഒരു 6 to 10 വീക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന സൈൻ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊരു ഊതി വീർപ്പിച്ച ബലൂൺ അല്ലെ, ഊതിയിട്ട് താഴെ ടൈ ചെയ്ത് വെച്ച ഒരു ബലൂൺ പോലെയാണ് യൂട്രസ് പൊങ്ങി പോകുന്നത്. അപ്പൊ മോള് ഭാഗം എപ്പോഴും എന്ത് ചെയ്യും? ബേബിക്ക് വളരാനുള്ള മീഡിയം കൊടുക്കാൻ വേണ്ടി അതിങ്ങനെ എൻലാർജ് ചെയ്ത് വരും. എന്നാൽ താഴെ ഭാഗമോ അത് ക്ലോസ്ഡ് ആയിരിക്കും, റിലേറ്റീവ്ലി എം ടി ആയിരിക്കും, എക്സ്ട്രീംലി സോഫ്റ്റ് ആയിരിക്കും. താഴെ ഭാഗം എൻലാർജ് ചെയ്യാൻ പാടില്ല അല്ലെ, എപ്പോഴും ഒരു ടൈ വേണം, അല്ലെ കുഞ്ഞിറങ്ങിപ്പോരും അല്ലെ. അപ്പൊ ഒരു താഴെ ഭാഗം എം ടി ആണ്. പിന്നെ സെർവിക്സ് കമ്പാരറ്റീവ്ലി സോഫ്റ്റൻ ചെയ്യുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ 6 to 10th week. ദാറ്റ് ഇസ് നോൺ ആസ് ഹെഗാർ സൈൻ. അപ്പൊ ഹെഗാർ സൈൻ എന്താ പറയുന്നത്? അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ യൂട്രസ് ഈസ് എൻലാർജ്ഡ് ബൈ ദ ഗ്രോയിങ് ഫീറ്റസ്, but the lower part is empty and it is comparatively soft and cervix is comparatively soft എന്ന് പറയുന്നത് ഏത് സൈൻ ആണ്? ഹെഗാർ സൈൻ. ഓക്കെ, then next പാമേഴ്സ് സൈൻ. പാമേഴ്സ് സൈൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു 8 വീക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്താൽ നമുക്ക് റെഗുലർ റിഥമിക് ആയിട്ടുള്ള യൂട്രൈൻ കൺട്രാക്ഷൻസ് നമുക്ക് എലിസിറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്ന സൈനാണ് പാമേഴ്സ് സൈൻ. Regular and rhythmic uterine contraction can be elicited during bimanual examination as early as 4 to 8th week. That is Palmer's sign. Clear ആയല്ലോ? അപ്പൊ ഒന്നുകൂടെ പഠിച്ച പെട്ടെന്ന്. ജാക്യുമേഴ്സ് സൈൻ ഓർ ചാഡ്വിക് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂയിഷ് ഡിസ്കളറൈസേഷൻ. ഗുഡൽ സൈൻ എന്താണ്? softening of cervix. Osiander sign, increased pulsation through lateral fornices.
Palmer sign, regular rhythmic uterine contraction can be elicited during bimanual examination as early as 4 to 8 week. പിന്നെ ഏതാണ് ഹെഗാർ സൈൻ? എന്ത് പറയുന്നു ഹെഗാർ സൈൻ? 3 കാര്യങ്ങൾ പറയും. Upper part of the body of the uterus is enlarged by the growing fetus and the lower part is empty and relatively soft and cervix is comparatively firm. എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഹെഗാർ സൈൻ. അപ്പൊ ഇത്രയും സൈനുകളെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും സയൻസിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത 3 പ്രഗ്നൻസി സയൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, കേട്ടിട്ടില്ലായിരിക്കാം. അതൊന്നും കാര്യമല്ല, ഇന്ന് കേട്ടു തുടങ്ങുക കേട്ടോ. അറിയത്തില്ലാത്തവര് ഇഷ്ടംപോലെ സൈനുകളുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു തന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒത്തിരി ഒന്നും ചോദിക്കത്തില്ലാത്ത സൈനുകളാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനകത്തൊരു 3 സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ലാഡിൻ സൈൻ. ലാഡിൻ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂട്രസ് സോഫ്റ്റൻസ് ഇൻ ആന്റീരിയർ മിഡ് ലൈൻ അലോങ് ദ യൂട്രോ സെർവിക്കൽ ജംഗ്ഷൻ. യൂട്രസ് സോഫ്റ്റൻ ചെയ്യും, അതാണ് ലാഡിൻ സൈൻ പറയുന്നത്. അത് ഏകദേശം ഒരു 6th വീക്ക് ഓഫ് പ്രഗ്നൻസി തൊട്ട് നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റും. മക്ഡൊണാൾഡ് സൈൻ പറയുന്നത് എന്താണ്? മക്ഡൊണാൾഡ് സൈൻ പറയുന്നത് യൂട്രസ് ബിക്കം ഫ്ലെക്സിബിൾ അറ്റ് യൂട്രോ സെർവിക്കൽ ജംഗ്ഷൻ. യൂട്രസും സെർവിക്സും മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് യൂട്രോ സെർവിക്കൽ ജംഗ്ഷൻ. ആ ഒരു സ്ഥലത്ത് അത് യൂട്രസിന് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആകുന്നു എന്ന് പറയുന്നതാണ് മക്ഡൊണാൾഡ് സൈൻ. ഏകദേശം 7 to 8 വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ നമുക്ക് മക്ഡൊണാൾഡ് സൈൻ എലിസിറ്റ് ചെയ്യാൻ പറ്റും. വോൺ ഫോൺ വാൾഡ് സൈൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ദർ ഇസ് സോഫ്റ്റനിങ് ഓഫ് ദ ഫണ്ടസ്. യൂട്രസിന് ഫണ്ടസിന് സോഫ്റ്റനിങ് ഉണ്ടാവാം എന്ന് പറയുന്നതാണ് വോൺ ഫോൺ വാൾഡ് സൈൻ. പേരൊന്നും കേട്ട് പേടിക്കണ്ട, നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് 3 സൈനുകളും കൂടെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ലഡിൻ സൈൻ, മക്ഡൊണാൾഡ് സൈൻ, വോൺ ഫോൺ വാൾഡ് സൈൻ. ഇഷ്ടംപോലെ സൈനുകളുണ്ട്, പക്ഷെ അത് അൺനെസസറി ആണ്, അതുകൊണ്ടിട്ടാണ് തരാത്ത കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സൈൻസ് പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് സൈൻസിനകത്ത് നമ്മൾ പറഞ്ഞു ജാക്കമേഴ്സ് സൈൻ ഓർ ചാഡ്വിക് സൈൻ, സിയാൻഡേഴ്സ്, ഗുഡൽസ്, പിസ്കാസെക്സ്, ഹെഗാസ്, പാമേഴ്സ് സൈൻ. ഇത്രയും ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ എക്സാം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് എക്സാം പോയിന്റുകളാണ്. ഫസ്റ്റ്, ക്വിക്കനിങ്. ഞാൻ പലവട്ടം പറഞ്ഞല്ലേ, ക്വിക്കനിങ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഫീലിംഗ് ഓഫ് ഫീറ്റൽ മൂവ്മെന്റ് ബൈ ദ മദർ ആണ്. യൂഷ്വലി 18 to 20 വീക്സ് ആകുമ്പോഴാണ് പ്രൈമി ഗ്രാവിഡയിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആകുന്ന ഒരാൾക്ക് ഈ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ മൾട്ടി പാരയാണെങ്കിൽ ഒരു 2 വീക്സ് ഏർലി, ഒരു 16th വീക്ക് തൊട്ട് അവർക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ക്വിക്കനിങ് ഡൗട്ട് ഇല്ലല്ലോ, തെറ്റിക്കരുത്. നെക്സ്റ്റ്, ക്ലയാസ്മ. ക്ലയാസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസ് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു 24 വീക്സ്, ഒരു 20ന് ശേഷം അല്ലെ, അവരുടെ നെറ്റിയിലും ഫോർഹെഡിലും ചീക്കിലും കഴുത്ത് പുറകിലും ഒക്കെ ആണെങ്കിൽ ഒരു ഒരു ബ്ലാക്കിഷ് ഡിസ്കളറൈസേഷൻ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ കാണാറുണ്ട്. അത് സാധാരണ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മുടെ ആ ഒരു ഇൻവല്യൂഷൻ പീരീഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പീരീഡോട് കൂടി ആ ക്ലയാസ്മ ഒക്കെ ഡിസപ്പിയർ ചെയ്ത് പോകും. അപ്പൊ ക്ലയാസ്മ എന്ന് പറഞ്ഞാൽ ആ പിഗ്മെന്റേഷന് പറയുന്ന പേരാണ്. ക്ലയാസ്മയ്ക്ക് പറയാൻ നമുക്ക് പ്രഗ്നൻസി മാസ്ക് എന്നും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സോ ക്ലയാസ്മ ഓർ പ്രഗ്നൻസി മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പിഗ്മെന്റേഷൻ ഓവർ ഫോർഹെഡ് ആൻഡ് ചീക്ക് ഏരിയ. ചീക്കിലാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പൊ അത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലയാസ്മ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ചേഞ്ചസ് നമുക്ക് എക്സസീവ് ആയിട്ട് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചീക്ക് ഏരിയയിലാണ് കാണുന്നത്. ഇനി എപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങുമെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർലി അത് വിസിബിൾ ആകുന്നത് ഒരു 24th വീക്ക് തൊട്ടിട്ടാണ്. എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 24th വീക്ക് ക്ലയാസ്മ, 24th വീക്ക്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് ചോദിക്കുന്നതാണ് ദ കോസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ചേഞ്ചസ് ഉണ്ടാവുന്നത്? നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത് ആരാണ്? മെലനോസൈറ്റ് ആണ് അല്ലെ, മെലനോസൈറ്റ്. അപ്പൊ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ കൂടാറുണ്ട്. ആ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ എഫക്ട് കൊണ്ടിട്ടാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പൊ എക്സാം ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക. എന്താണ് ക്ലയാസ്മ? മറ്റൊരു പേരാണ് പ്രഗ്നൻസി മാസ്ക്. 24 വീക്ക് തൊട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഡ്യൂ ടു മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫക്ട്. 4 ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയോ? ഓക്കെ, അടുത്ത കണ്ട നമ്മള് 2 പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലീനിയ നൈഗ്ര ആൻഡ് സ്ട്രയ ഗ്രാവിഡേറം. ലീനിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ലീനിയർ, നേരെ താഴേക്ക്. നമുക്ക് പ്രഗ്നന്റ് വുമണിൽ നോക്കുമ്പോൾ നമ്മള് അംബിലിക്കസ് തൊട്ട് സിംഫൈസിസ് പ്യൂബിസ് വരെ അല്ലെ, അല്ലെങ്കിൽ ഒരു ലൈൻ, സിംഫൈസിസ് പ്യൂബിസ് ടു എൻസിഫോം കാർട്ടിലേജ് വരെ ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ അവരുടെ വയറിൽ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ, മുകളിൽ നിന്ന് താഴേക്ക്. ആ ലൈന് പറയുന്ന പേരാണ് നമ്മള് ലീനിയ നൈഗ്ര. ഓക്കെ, ലീനിയ നൈഗ്ര. അത് ഏകദേശം ഒരു 20 വീക്ക് തൊട്ടൊക്കെ നമുക്ക് ലീനിയ നൈഗ്ര കാണാൻ പറ്റും.
സ്ട്രയാ ഗ്രാവിഡേറം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യൂട്രസ് വലുതാകുന്നതിനനുസരിച്ച് അബ്ഡമൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരും അല്ലെ. അപ്പൊ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും അല്ലെ. ആ സ്ട്രെച്ച് മാർക്ക് വയറിൽ കാണാൻ പറ്റും. ആ പിങ്ക് ആൻഡ് വൈറ്റ് കളറിലിരിക്കും. അത് നമ്മൾ എന്തെന്ന് പറയും? സ്ട്രയാ ഗ്രാവിഡേറം എന്ന് പറയും. പിങ്കിഷ് കളറാണ് കേട്ടോ, അതിന് ഡാർക്ക് പിങ്ക് ആണ്. ഇപ്പം പ്രഗ്നൻസിക്ക് ശേഷം അതൊന്ന് ഫെയ്ഡ് ചെയ്ത് അതൊരു വൈറ്റിഷ് കളറായിട്ട് മാറും. നമ്മൾ അതിനെ സ്ട്രയാ ആൽബിക്കൻസ് എന്ന് വിളിക്കും. സ്ട്രയാ ആൽബിക്കൻസ് ഓർത്ത് വെക്കുക. അപ്പൊ സ്ട്രെച്ച് മാർക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രയാ ഗ്രാവിഡേറം. ലീനിയ നയഗ്ര എന്ന് പറഞ്ഞാൽ ആ ഒരു ലീനിയർ ആയിട്ടുള്ള ആ ഒരു ലൈന് പറയുന്ന പേരാണ്. അടുത്ത ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ്. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്താണ്? ഇറഗുലർ, ഇൻഫ്രീക്വന്റ്, സ്പാസ്മോഡിക് ആൻഡ് പെയിൻലെസ് കൺട്രാക്ഷൻസ് വിത്തൗട്ട് എനി എഫക്ട് ഓൺ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ് അല്ലെ. ഡയലറ്റേഷൻ ഒന്നും ആയിട്ടൊന്നും ഒരു എഫക്റ്റും ഇല്ല, ഡയലറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലാതെ നമുക്ക് ഉണ്ടാകാവുന്ന ഇറഗുലർ ആയിട്ടുള്ള പെയിൻലെസ് ആയിട്ടുള്ള കൺട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ്. ഓക്കെ, ദെൻ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് നമുക്ക് എപ്പോ തൊട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്ത് വെക്കുക, 10th വീക്ക് തൊട്ട്, 10th വീക്ക് ജസ്റ്റേഷൻ തൊട്ട് നമുക്ക് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? ക്വിക്കനിങ്, ക്ലയാസ്മ, ലീനിയ നൈഗ്ര, സ്ട്രയാ ഗ്രാവിഡേറം, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ്. ഇനി ഇത് കണ്ടല്ലോ, ഇതെന്താണ്? ഒരു ടെർമിനോളജിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ ഓരോരോ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോ ഇത് നമുക്ക് പഠിക്കണം. ഇതെന്താണ് നോക്കി, ആദ്യത്തെ പിക്ചറിൽ കണ്ടോ? കുഞ്ഞിന്റെ തല ആ മോളിൽ ഇരിക്കുകയാണ് അല്ലെ. അത് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ആദ്യം നമ്മുടെ പെൽവിസിനുള്ളില് ഒരു കുഞ്ഞാപ്പി അല്ലെ എന്താണ് ബർത്ത് എടുത്തു. അത് വളർന്ന് അതിന് സ്പേസ് വേണം വളരാൻ. കാരണം ഇത്ര ഒരു 2 to 3 കിലോ ഉള്ള കുഞ്ഞു വളരണം അല്ലെ നമ്മുടെ വയറിനുള്ളില്. അതിങ്ങനെ വളർന്ന് മുകളിൽ പോയി മുട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? വളർച്ചയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഡെലിവറി ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോ ആ താഴേക്ക് ഇറങ്ങി വരും. ഒരു നമ്മുടെ ഡെലിവറി ഒക്കെ ആകുന്നതിന് ഒരു 2 to 3 വീക്സ് മുമ്പായിട്ട് എന്ത് സംഭവിക്കും? കുഞ്ഞിങ്ങനെ താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വരും. ആ ഡിസെൻഡിന് പറയുന്ന പേരാണ് ലൈറ്റനിങ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്ന് ഓർത്ത് നോക്കി, ഫണ്ടസ് എല്ലാം കൂടെ വന്ന് നമ്മുടെ ഈ ചെസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഒരു പ്രഷർ മുകളിലേക്ക് തന്നേക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് ആ മദറിന് ശ്വാസം മുട്ടൽ തോന്നും അല്ലെ, പ്രഷറിന്റെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ തോന്നും. അപ്പൊ അതെന്ത് ചെയ്യും? ഒന്ന് റിലീഫ് ആകും. കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രഷർ സിംറ്റംസ് ഒക്കെ ഒന്ന് റിലീഫ് കിട്ടും. അതിന് പറയുന്ന പേരാണ് ലൈറ്റനിങ്. എൻഗേജ്മെന്റ് ഓഫ് ദ പ്രസന്റിംഗ് പാർട്ട് ഇൻ ടു ദ പ്യൂബിസ്. അതിനാണ് നമ്മൾ ലൈറ്റനിങ് എന്ന് പറയുന്നത്. യൂഷ്വലി 30th വീക്കിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റനിങ് സംഭവിക്കുന്നത്. ഇൻ പ്രൈമി ഗ്രാവിഡ, മൾട്ടി ഗ്രാവിഡയിൽ യൂഷ്വലി എന്തായിരിക്കും? ഓൺസെറ്റ് ഓഫ് ലേബറിലായിരിക്കും ലൈറ്റനിങ് സംഭവിക്കുന്നത് കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെ അവർക്ക് നടക്കും. പെട്ടെന്ന് ചടപടിയുന്നവരുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകും. എപ്പോഴും ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആവുന്നവർക്കാണ് എന്ത് ഒരു കാര്യത്തെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയും ആ കാര്യങ്ങളും എല്ലാം ഫീൽ ചെയ്യുന്നത്. മൾട്ടി ഒരു തവണ കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ ആർ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ അല്ലെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിരിക്കാം. ഓക്കെ, എന്തും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ കുറെ ടെർമിനോളജീസ് നിങ്ങൾ പഠിച്ചിന്ന്. എന്തൊക്കെ പഠിച്ചു നമ്മള്? പ്രോബബിൾ സൈൻസ്, പ്രിസംറ്റീവ് സൈൻസ്, പോസിറ്റീവ് സൈൻസ്, പിന്നെ സൈനുകൾ എന്തൊക്കെയാണ്, പിന്നെ കുറെ അധികം ടെർമിനോളജീസ് നമുക്ക് എക്സാമിന് റിപ്പീറ്റ് ചോദിക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം പഠിക്കുന്ന ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇതെല്ലാം എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ കളയരുത്. എല്ലാം ക്ലിയർ കട്ടായിട്ട് ആൻസർ ചെയ്യണം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കൂളായിട്ട് അതിലേക്ക് നമുക്ക് കടക്കാം. 30 ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 30 എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പിക്കിന് തന്നെ ഒരു ചെറിയ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ പല രീതിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി തെറ്റരുത് അതിനകത്തുനിന്ന് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ മാത്രം ആദ്യം ചാടിക്കേറി കണ്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ മാറ്റി മറിച്ച് ചോദിക്കുമ്പോഴത്തേന് തിയറി പാട്ട് അറിയത്തില്ലെങ്കിൽ അത് പാടായിട്ട് വരും. അതുകൊണ്ട് ആദ്യത്തെ സെക്ഷൻ പഠിച്ചിട്ട് ഇതിനകത്തോട്ട് വരുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇന്റലിജൻസ് ആണ് കേട്ടോ, നിങ്ങളുടെ കഴിവാണ്. എനിവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൂവ്മെന്റ്സ് ഓഫ് ദി ബേബി ഫെൽറ്റ് ബൈ ദ മദർ ആർ നോൺ ആസ് ലൈറ്റനിങ്, എൻഗേജ്മെന്റ്, ക്വിക്കനിങ്, ബലോഡ്മെന്റ്. വളരെ സിമ്പിൾ. എന്താണ് ക്വിക്കനിങ്? ക്വിക്കനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fetal movements felt by the mother during 20th week is known as.
മൂവ്മെന്റ് ഫെൽറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ലൈഫ് ഫെൽറ്റ് ചെയ്തെന്നോ മദർ ബേബിയുടെ മൂവ്മെന്റ് പെർസീവ് ചെയ്തെന്നോ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ വരുന്നത് എന്താണ്? ക്വിക്കനിങ്. സോ ഓപ്ഷൻ ബി ക്വിക്കനിങ്. അല്ലെ, ഡൗട്ട് ഇല്ല. നെക്സ്റ്റ്, the mother generally feels the active fetal movement first in the end of. ഒരു ESIC ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ അതിനകത്ത് ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. 16th വീക്ക്, 12th വീക്ക്, 14th വീക്ക്, 10th വീക്ക്. സിമ്പിൾ. നമുക്ക് ഏത് സെലക്ട് ചെയ്യാം ഇതിനകത്ത്? 16th വീക്ക് അല്ലെ, നമുക്കറിയാം മൾട്ടിഗ്രാവിഡി ആണെങ്കിൽ 16th വീക്ക് തൊട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Quickening in a pregnant woman takes place at 2 to 4 weeks, 16 to 20 weeks, 8 to 10 weeks, 12 to 14 weeks. ഒരു ഡൗട്ടും ഇല്ല, 16 to 20 weeks of gestation. Fourth question, answer B. അപ്പോ ക്വിക്കനിങ് റിലേറ്റഡ് ആയിട്ടാണ് ഈ 4 ക്വസ്റ്റ്യൻ 4 രീതിയിൽ 4 എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലൈറ്റനിങ് ടേക്സ് പ്ലേസ് അറ്റ് വിച്ച് വീക്ക്? ലൈറ്റനിങ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ലൈറ്റനിങ് നടക്കുന്നത് ഏത് വീക്കിലാണ്? 30, 32, 34, 38. സിമ്പിൾ. 38 വീക്കിലാണ് നമുക്ക് ലൈറ്റനിങ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് തൊട്ട് നമുക്ക് ലൈറ്റനിങ് ഫീൽ ചെയ്യാം. ഓക്കെ, 2 to 3 വീക്സ് ബിഫോർ ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആഫ്റ്റർ 38 വീക്ക് ഓഫ് പ്രഗ്നൻസി, fetus shift to lower pole of the uterus, which cause fundal height to be reduced. This make the woman feel relaxed, and this condition is called. ഓപ്ഷൻ പോലും വേണ്ട അല്ലെ ഇനി എഴുതാൻ. ഓപ്ഷൻ ഈസ് ബി, ലൈറ്റനിങ്. 7th, bluish discoloration of cervix during pregnancy. എന്താ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. എന്താണ്? ജാക്യുമേഴ്സ് സൈൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ജാക്യുമേഴ്സ് സൈൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Discoloration of anterior vaginal wall due to vascular congestion is called Chadwick sign, Osiander sign, Goodall sign, Hamann sign. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് നമ്മൾ പറഞ്ഞത്? ബ്ലൂയിഷ് ഡിസ്കളറൈസേഷൻ വരുന്നത് ജാക്യുമേഴ്സ് സൈൻ അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ. അപ്പം ആൻസർ എന്താ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ എ. ഗുഡ്. നെക്സ്റ്റ്, Osiander sign during pregnancy is the. എന്താണ് Osiander sign? എന്താണ് Osiander sign? Increased pulsation felt in the lateral fornices അല്ലെ. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ 10, increased pulsation felt through the lateral fornices at 8th week of pregnancy due to marked vascularity is. കണ്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒന്ന് ആൻസർ തന്നിട്ട് ചോദിച്ചിരിക്കുന്നു, അടുത്തത് എക്സ്പ്ലനേഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. ആൻസർ ഏത് വരും? Osiander sign ഓപ്ഷൻ ഡി. Next question. All of the following are positive signs of pregnancy except. ഇങ്ങനെയാണ് നമ്മൾ ആ പോസിറ്റീവിനകത്തുനിന്നും പ്രോബബിളിനകത്തുനിന്നും ഒക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ പോസിറ്റീവ് സൈൻ അല്ലാത്തത് ഏതാണ്? കണ്ടുപിടിച്ച്. ഫീറ്റൽ മൂവ്മെന്റ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ്, USG എവിഡൻസ് ഓഫ് ഫീറ്റസ്, അമിനോറിയ. നമുക്കിപ്പോ ക്ലിയർ ആയിട്ട് അറിയാം അമിനോറിയ ഈസ് എ പ്രിസംപ്റ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി അല്ലെ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. Next, what is the positive sign of pregnancy? Frequency of urination, vomiting and backache, Braxton Hicks contraction, fetal outline by sonography. ഇവിടെ എന്താണ്? സോണോഗ്രഫി ചെയ്ത് നമ്മൾ ഫീറ്റസിന് എക്സാക്ട്ലി നമുക്ക് ഔട്ട്ലൈൻ കിട്ടി അല്ലെ, ഫീറ്റസ് ഷാഡോ നമുക്ക് കിട്ടി. അതാണ് എന്ത്? പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ 12 ഈസ് ഓപ്ഷൻ ഡി. മറ്റൊന്ന് ഓർത്ത് നോക്കുക. പ്രോബബിൾ സൈൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ഓഫ് ദ ഫീറ്റസ് കിട്ടിയെന്നേ നമ്മൾ പറയുന്നുള്ളൂ അല്ലെ, ബൈ എക്സാമിനേഷൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ക്ലിയർ ആയിട്ട് ഫീറ്റസിന്റെ ഔട്ട്ലൈൻ ആൻഡ് ഷാഡോ കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പോസിറ്റീവ് സൈൻ ആണ്. തമ്മിൽ തെറ്റിപ്പോവല്ലോ കേട്ടോ. നെക്സ്റ്റ്, എ പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ക്വിക്കനിങ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ചാഡ്വിക് സൈൻ, HCG. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്തായിരിക്കും ഇതിനകത്ത്? ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഓക്കെ. നെക്സ്റ്റ്, question number 14. The hormone that diagnose pregnancy. Repeated question ചോദിക്കുന്ന ആയതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. The hormone that diagnose pregnancy ഏതാണ്? HCG, human chorionic gonadotrophin. ആരാണ് HCG പ്രൊഡ്യൂസ് ചെയ്യുന്നത്? syncytiotrophoblasts. പഠിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ക്ലാസ് കേട്ട് നോക്കുക. നെക്സ്റ്റ്, presumptive sign of pregnancy are all except. ഇതിൽ എന്താ ചോദിച്ചേക്കുന്നത്? presumptive signs അല്ലാത്തത് ഏതാണ്?
Morning sickness, it's a presumptive. Breast change is presumptive. Quickening is presumptive. But Hagar's sign is probable. Appa eda answer vara? Option D. Next question. Which of the following is not a presumptive sign of pregnancy? Vomiting, increased frequency of micturition, pain in the breast, and presence of fetal heart sound. And the question alle പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് എഴുതും? പ്രസൻസ് ഓഫ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് എന്ന് നമ്മൾ എഴുതും. കാരണം നമുക്കറിയാം എന്താണത്? ഇറ്റ്സ് എ പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി അല്ലേ? ഓപ്ഷൻ നമ്പർ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ്, cervical changes that takes place during pregnancy are all except. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. cervix becomes soft. Yes, of course soft ആകും. cervix feels like a lip of the mouse. Exactly, നമ്മൾ പറഞ്ഞതാണ്. bluish discoloration of cervix. Yes, അല്ലേ? Chadwick sign. cervix feels like tip of the nose. നമുക്കറിയാം ടിപ്പ് ഓഫ് ദി നോസ് പ്രീ പ്രഗ്നന്റ് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ അകത്ത് പ്രഗ്നൻസി എന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി won't be the answer. So accept ഏതാണ്? ഓപ്ഷൻ ഡി. Then question 18. Braxton Hicks contractions are. Braxton എന്താ നിങ്ങൾക്ക് അറിയാം? എന്താണിത്? പെയിൻലെസ് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി. താഴെ ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യം പോലും വരണില്ല. The option is A. Question 19. Linea nigra is a pigmentary change during pregnancy due to. എന്താണ് ലീനിയ നൈഗ്രയുടെ കോസ്? മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെ? ഓപ്ഷൻ ബി. Question 20. During pregnancy, feeling of life denote. എന്താണ്? Feeling of life is quickening. Option B. Pigmentation over the forehead and cheek in pregnancy is known as chloasma. 21. Option B. 22. Chloasma appears at. ഞാൻ പറഞ്ഞു ഏകദേശം 24 വീക്സ് ആണ് ക്ലോയാസ്മ അപ്പിയർ ചെയ്യുന്നത്. 22 ആൻസർ എ. 23. ലീനിയ നൈഗ്ര ഈസ്. എന്താ ലീനിയ നൈഗ്ര? ഡാർക്ക് സ്ട്രീക്ക് ഡൗൺ ദ മിഡ് ലൈൻ ഓഫ് അബ്ഡമൻ അല്ലെ? ഓപ്ഷൻ എ. ലീനിയ നൈഗ്ര അപ്പിയേഴ്സ് അറ്റ്. ലീനിയ നൈഗ്ര അപ്പിയർ ചെയ്യുന്നത് അബൌട്ട് 20th വീക്ക് ആണ്. അബൌട്ട് 20th വീക്ക്. ഓപ്ഷൻ 24. ഓപ്ഷൻ ഡി. സ്ട്രയാ ഗ്രാവിഡേറം മീൻസ്. എന്താ സ്ട്രയാ ഗ്രാവിഡേറം എന്ന് പറയുന്നത്? പർപ്പിൾ സ്ട്രെച്ച് മാർക്സ് ഓൺ ദ അബ്ഡമൻ. അബ്ഡമനിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് ആണ്. ഓപ്ഷൻ സി അല്ലേ? 25 ഓപ്ഷൻ സി. നെക്സ്റ്റ് 26 നോക്കിക്കേ. ഫീറ്റൽ പാർട്സ് ക്യാൻ ബി ഫെൽറ്റ് അറ്റ്. ഫീറ്റൽ പാർട്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് 20th വീക്ക് ഓഫ് ജസ്റ്റേഷൻ. ഓപ്ഷൻ നമ്പർ എ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് ക്യാൻ ബി ഓസ്കൾട്ടേറ്റഡ് അറ്റ്. നമ്മൾ ഒരു ഓർഡിനറി സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫീറ്റൽ ഹാർട്ട് റേറ്റ് പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നത് 18 to 20 വീക്സ് തൊട്ടിട്ടാണ്. എക്സാം ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. ഫീറ്റൽ ഹാർട്ട് റേറ്റ് ക്യാൻ ബി ഓസ്കൾട്ടേറ്റഡ് അറ്റ് 18 to 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ. Then പാമാർ സൈൻ ഇൻ പ്രഗ്നൻസി ഈസ്. എന്താ പാമാർ സൈൻ ഇൻ പ്രഗ്നൻസി പറയുന്നത്? റെഗുലർ റിഥമിക് യൂട്രൈൻ കൺട്രാക്ഷൻ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് പാമാർ സൈൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 28 ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി. 29. Softening of lower uterine segment on bimanual examination is known as. ഏത് സൈൻ ആണ്? ഹെഗാർ സൈൻ അല്ലെ? ഹെഗാർ സൈൻ. Question number 30. Asymmetrical enlargement of the uterus if there is lateral implantation is. ഏത് സൈൻ ആണ്? ടിസ്കാസെക് സൈൻ. അപ്പോ ക്ലിയർ ആയില്ലേ? എന്ത് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് പഠിക്കുന്നത്? പഠിക്കുന്ന സാധനങ്ങളെങ്കിലും ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചിട്ട് പോവാ. അപ്പൊ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. നമ്മുടെ വൺ മോർ ഒരു ക്ലാസ്സോടെ ഞാൻ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോ ഈ ഒരു ഇമോജി കാണുമ്പോൾ തന്നെ അല്ലെ എന്താണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത് അല്ലെ? എന്താണ് നമ്മൾ ആ ക്ലാസ് പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻ എല്ലാം വർക്ക്ഔട്ട് ചെയ്തു, അത് നമ്മൾ മാറ്റി വെച്ചു, അടുത്ത ടോപ്പിക് എടുക്കുന്നു, നമ്മളത് പഠിക്കുന്നു, മാറ്റി വെക്കുന്നു. അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഒരു എക്സാം പോലും ഇല്ല. എല്ലാ എക്സാമും വളരെയധികം സിമ്പിൾ ആണ് എന്നാദ്യം മനസ്സിലാക്കാം.
നമ്മളായിട്ട് ചിന്തിച്ചത് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. വളരെ നല്ലൊരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സയൻസ് ഓഫ് പ്രഗ്നൻസി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇപ്പൊ ഇനി ഒരു ഇതിനകത്തൊരു ടോപ്പിക്ക് വരാം കേട്ടോ. OB-GYN എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. പ്രീനാറ്റൽ ടെസ്റ്റുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ വരാവുന്നതാണ്. നമുക്കിത് കുറച്ചായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയെങ്കിലും ഉണർന്നിട്ടില്ലെങ്കിൽ ഉണർന്നിരുന്ന് പഠിക്കുക. ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുക. ഡ്രീം കാണാനും പഠിക്കണം. പക്ഷെങ്കിൽ ഇങ്ങനെ ഡ്രീം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി പ്രയത്നിക്കാതെ ഒരു കാര്യം പോലും കിട്ടത്തില്ല, അല്ലെ? അല്ലെങ്കിൽ ലക്കെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെടുക, നല്ല ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല വിജയങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവട്ടെ. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷനിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.